തേയില റെസ്റ്റോറൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ കുട്ടിക്കാനം ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് തുടങ്ങാണ്. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. മഴക്കാലത്താണ് ഇതിലും അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഈ ഭാഗമൊക്കെ ഉണ്ടോ നല്ല രസമല്ലേ കാണാൻ. വേണ്ട തേയിലത്തോട്ടമാണ്, നല്ല രസമാണ്. വെട്ടി വെച്ചേക്കുന്നുണ്ടോ കറക്റ്റ് ലെവലിൽ. അതിനിടയ്ക്ക് ഓരോരോ വരികൾ, നടന്ന് കയറാനുള്ള വരികളാണ് കേട്ടോ. നമസ്കാരം സുഹൃത്തുക്കളെ. കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇപ്പോൾ വേണ്ട ഒരു കട്ടപ്പന ബസ്സുണ്ട് കണ്ടോ. KSRTC ബസ്സിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ. കയറ്റവും വളവും കൂടെ ആയതുകൊണ്ട് വണ്ടി പതുക്കെയാണ് പോകുന്നത്. ഈ വളവിൻ്റെ സൈഡിലൊരു നല്ല കാഴ്ച ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ വീടുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരു മരം പൂത്തി നിൽക്കുന്നു. ഈ മരത്തിൻ്റെ പേരറിയാമെന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. ഈ സൈഡിലെല്ലാം മിക്കവാറും ഈ പോകുന്ന വഴിക്കെല്ലാം ആ മരം കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് 3500 അടി ഉയരത്തിലുള്ള മഞ്ഞും മലനിരകളും ചായത്തോട്ടങ്ങളും കൊണ്ട് പ്രശസ്തമായ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഹൈറേഞ്ച് പ്രദേശങ്ങളിലൊന്നാണ് കുട്ടിക്കാനം. അവിടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോട്ടയം കുമളി ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ കുട്ടിക്കാനം. ഇത് തേയില റെസ്റ്റോറൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ കുട്ടിക്കാനം ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് തുടങ്ങാണ്. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. മഴക്കാലത്താണ് ഇതിലും അടിപൊളിയാണ് കേട്ടോ കാണാൻ. കുട്ടിക്കാനം എന്ന പേരിൽ കുട്ടി ചെറിയ എന്നും കാനം കാട് എന്ന അർത്ഥത്തിലാണ് ഉണ്ടായത് എന്നാണ് വിശ്വാസം. ചെറിയ വനപ്രദേശം എന്ന ആശയമാണ് ഈ പേരിന് പിന്നിൽ. പണ്ടുകാലത്ത് ഇവിടെ ഏലം, കുരുമുളക്, കറുവപ്പട്ട ഇതൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ഒരു വനപാത കൂടെയായിരുന്നു. ഇത് കുട്ടിക്കാനം ടൗണാണ്. ഇവിടുന്ന് റൈറ്റ് പോയ കുമളി, ഇവിടുന്ന് ലെഫ്റ്റ് പോയ കട്ടപ്പനയാണ്. അപ്പോൾ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. ബ്രിട്ടീഷ് കാലത്ത് കുട്ടിക്കാനം ഒരു പ്രധാന പ്ലാന്റേഷൻ മേഖലയായി മാറി. ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയ്ക്ക് പറ്റിയ വികസനമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ചായത്തോട്ടങ്ങൾ, ഏലത്തോട്ടങ്ങൾ, ബംഗ്ലാവുകളും വിശ്രമ കേന്ദ്രങ്ങളും ഇവയോടൊപ്പം മലമ്പാതകളും വികസിപ്പിച്ചെടുത്തു ആ സമയം. ഇന്നും പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവുകളും കോളനിയിൽ ശൈലിയിലുള്ള കെട്ടിടങ്ങളും ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ആ കെട്ടിടങ്ങളൊക്കെ പല ഉപയോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. പണ്ടത്തെ കൂട്ടല്ല, മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് പാഞ്ചാലി മേടാണ്. ഒന്ന്, മഹാഭാരതത്തിലെ പാഞ്ചാലിയുമായി ബന്ധപ്പെടുത്തി പറയുന്ന മലനിര പ്രദേശമാണിത്. സൂര്യോദയം, മഞ്ഞ് നിറഞ്ഞ കാലാവസ്ഥയൊക്കെ കാണാൻ അതീവ മനോഹരമായൊരു പ്രദേശമാണിത്. രണ്ടാമതായിട്ട് പരുന്തുംപാറയാണ്. വിപുലമായ താഴ്വര കാഴ്ചകളും പുൽമേടുകളും പ്രശസ്തമായ സ്ഥലമാണ് ഇവിടെ. പരുന്തുംപാറ കാണാൻ ഇതുവരെ പോയിട്ടില്ല. പിന്നുള്ളത് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസാണ് കേട്ടോ. അവിടെ നമ്മളിപ്പോൾ കണ്ടല്ലോ. ഇപ്പോൾ വെള്ളമില്ല. മഴ സമയത്ത് നല്ല രസമാണ് കാണാൻ. അതെല്ലാവർക്കും അറിയാം, കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ അടുത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് കൂടാണ്. കാരണം എല്ലാവർക്കും വന്ന് കണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലേസാണ് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ്. പിന്നീട് ഹൈ റേഞ്ചിലുള്ള പിരുമേടാണ്. ചായത്തോട്ടങ്ങളും ബ്രിട്ടീഷ് കാലത്തിൻ്റെ ഓർമ്മകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൈ റേഞ്ച് പ്രദേശമാണ് അവിടെ. പിന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള ചെറിയ ചെറിയ ലൊക്കേഷനുകൾ വരുന്നുണ്ട്. അത് ഇതുപോലെ ചാർലി പോയിൻ്റ്, അങ്ങനെ സിനിമ ലൊക്കേഷൻ പോയിന്റുകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളറിയാത്ത ചില നല്ല പ്രദേശങ്ങൾ കാണും. പക്ഷെ നമ്മൾ പെർമിഷൻ ഇല്ലാതെ ഉള്ളിലേക്ക് പോകാൻ പറ്റാത്ത ഏരിയകളൊക്കെ ഉണ്ടല്ലോ, അവിടെ കാണും. അടിപൊളി പ്ലേസൊക്കെ കാണും. ഇവിടെയൊക്കെ സന്ദർശിക്കാൻ ഏറ്റവും നല്ല ടൈമെന്ന് പറയുന്നത് ഒക്ടോബർ, ഫെബ്രുവരി മാസങ്ങളിൽ വരുവാണെങ്കിൽ നല്ല മഞ്ഞും തണുപ്പുമായിരിക്കും. ജൂണ്, സെപ്റ്റംബർ മാസങ്ങളിലാണെന്നുണ്ടെങ്കിൽ മഴയും നല്ല പച്ചപ്പും കാണാൻ പറ്റും. പിന്നെ മാർച്ച്, മെയ് ആ സമയവും നല്ല കാലാവസ്ഥയാണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടുന്തോറും കാലാവസ്ഥയുടെ വ്യതിയാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഏകദേശം 3500 അടി ഉയരമുണ്ട്. കൂടുതലും തണുത്ത കാലാവസ്ഥയും മഞ്ഞും മഴയും ഉള്ള പ്രദേശമാണ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, വനസമ്പത്തും ജൈവവൈദ്യവും നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ്. വെസ്റ്റേൺ ഘട്ട്സിൻ്റെ ഒരു ഭാഗമായതിനാൽ അപൂർവ ഇനം സസ്യജാലങ്ങളും
ഔഷധ സസ്യങ്ങൾ, പക്ഷികൾ, ശലഭങ്ങൾ, വന്യമൃഗങ്ങൾ എന്നിവ ധാരാളമായി കാണപ്പെടുന്ന ഒരു ഏരിയയും കൂടാണ് ഇത്. കുട്ടിക്കാനമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം, പീരുമേട്, കുമളി, തേക്കടി ഈ പ്രദേശങ്ങളാണ് കേട്ടോ. NH-183 വഴിയാണ് ഇവയെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിപ്പം പീരുമേട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഏകദേശം അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അധികം ദൂരം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നും. ഇതൊരു പഴയ പാലമാണ് കേട്ടോ. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, ഇത് പഴയ ആ സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു അമ്പലമാണ്, അമ്പലത്തിൻ്റെ മതിലായി കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതുണ്ട്, ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം വിഷ്ണു ക്ഷേത്രമാണ്, ശ്രീകൃഷ്ണ ക്ഷേത്രം കേട്ടോ. ഇപ്പോഴും കയറ്റം കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇപ്പോഴും മല കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മൾ. ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? കമ്പം, കുമളി, തേക്കടി, പരുന്തുംപാറ റൂട്ടാണ് കേട്ടോ. ഇത് രസമുണ്ട് ഇവിടുന്ന് കാഴ്ച കാണാനില്ലേ. ഇതേണ്ട ഇവിടെ നിന്ന് ഈ കുരിശടിയുടെ അവിടെ നിന്ന് റൈറ്റാണ് പരുന്തുംപാറ പോകുന്ന റൂട്ട്. നമുക്ക് പോകേണ്ട നേരെയാണ് കുമളി റൂട്ടാണ്. ഇതേണ്ട ഈ ഭാഗമൊക്കെ കണ്ടോ, അടിപൊളി രസമുണ്ട് കാണാൻ അല്ലേ. ഇവിടെ നിന്നെല്ലാം മലകൾ കാണാം, 3-4 മലകൾ ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ കൃഷിയൊക്കെ ഉള്ള ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഈ ഭാഗത്തെല്ലാം കൃഷി ഉണ്ടെന്ന് തോന്നുന്നു. മലകൾ കണ്ടോ. നമ്മളിപ്പോൾ കയറാൻ പോകുന്ന പാമ്പനാർ പാലം എന്ന് പറയുന്നത് പഴയ പാലമാണിത്, ചെറിയൊരു പാലം. ഓക്കെ, നമ്മളിപ്പോൾ എസ്റ്റേറ്റ് റോഡിൽ കയറി. അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടൊരു ചെറിയ വഴിയുണ്ട്. അപ്പോൾ ആ വഴിയാണ് നമ്മൾ വരുന്നത് കേട്ടോ. ഇവിടെ എല്ലാം പശുക്കൾ നിൽപ്പുണ്ട്. ഇത് തേയിലത്തോട്ടമാണ് ഈ കാണുന്നതെല്ലാം. നല്ല രസമില്ല കാണാൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്നും കുറച്ച് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്ക് കണ്ടറിയാം. വഴികൾ അത്ര നല്ല ക്ലിയർ അല്ല. മഴയുടെ ഒരു കാലാവസ്ഥ ഉള്ളതുകൊണ്ട് ഇങ്ങനെ മൂടി നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ, നല്ല ക്ലൈമറ്റും നല്ല രസമുണ്ട് ഈ വഴി ഇങ്ങനെ പോകാൻ. വിഷ്ണുവാണ് വണ്ടി ഓടിക്കുന്നത് മൊത്തം. ഞാൻ വീഡിയോ ഓർക്കുന്നതുകൊണ്ട് പുറകിലിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എസ്റ്റേറ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് കേട്ടോ. ഇവിടെ മൊത്തം തേയില കൃഷിയാണ്. ലെഫ്റ്റ് സൈഡ് ഭാഗത്തെല്ലാം തേയില കൃഷിയാണ്. ഇവിടെ മേളിൽ കാടാണ് കേട്ടോ. ഒരു ഡ്രോൺ ഉണ്ടായിരുന്നു, നമുക്ക് കറക്റ്റ് വിഷ്വൽ കിട്ടിയേനെ. നല്ല ലൊക്കേഷനാണ് കേട്ടോ. നമുക്ക് നല്ലോണം ചിത്രം എടുക്കാൻ പറ്റുന്നൊരു ഏരിയയാണ്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പം ഈ സമയത്തൊക്കെ ഇവരെ പണിക്കാരൊക്കെ വരേണ്ടതാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ. പക്ഷേ ആരെയും കാണാനില്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുമോയെന്നറിയത്തില്ല. ഇത് മൊത്തം എസ്റ്റേറ്റിൻ്റെ ഏരിയ ആണെന്നുള്ളൂ കേട്ടോ. ഇങ്ങോട്ട് എത്തുന്നില്ല, ഇനി ഒത്തിരി ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഭാഗമൊക്കെ ഉണ്ടോ, നല്ല രസമല്ലേ കാണാൻ. വേണ്ട തേയിലത്തോട്ടമാണ്, നല്ല രസമാണ്. വെട്ടി വെച്ചേക്കുന്നുണ്ടോ കറക്റ്റ് ലെവലിൽ. അതിനിടയ്ക്ക് ഓരോരോ വരികൾ, നടന്ന് കയറാനുള്ള വരികളാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങുമ്പോൾ ഈ കാണുന്ന പോലെയല്ല കേട്ടോ. പാമ്പും മറ്റ് ജീവികളൊക്കെ കാണും ഇതിനകത്ത്. പിന്നെ ഈ അട്ട കാണും, കൂടുതൽ അട്ടകൾ കാണാൻ സാധ്യതയുള്ള ഏരിയ ആണ്. നമ്മൾ വന്ന വഴിയിൽ ഒരു വണ്ടി മാത്രമേ ഇതുവരെ പോയിട്ടുള്ളൂ, മറ്റൊന്നും ഇതുവരെ പോയതായിട്ട് കാണുന്നില്ല. ആൾക്കാരെയും കണ്ടില്ല.
അതിപ്പോൾ ഈ സൈഡിൽ റൈറ്റ് സൈഡിലും ഇപ്പോൾ തേയിലത്തോട്ടങ്ങളാണ്. അതുകൊണ്ട് ഇത് എസ്റ്റേറ്റിനകത്തോട്ടുള്ള വഴിയാണ് കേട്ടോ, റൈറ്റ് സൈഡിലോട്ട്. ഇവിടെ എല്ലാം ആൾക്കാരുണ്ട് കേട്ടോ, ഇവിടെ എല്ലാം ആൾക്കാരുണ്ട്, പണിക്കാരുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ നിർത്തി കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇവിടുത്തെ ലൊക്കേഷൻ കുറച്ച് കാണിക്കാം. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല വ്യൂവാണ് ഈ ഭാഗത്തെല്ലാം. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ സമയം കളഞ്ഞില്ല, കുറച്ചുകൂടെ അകത്തോട്ട് പോവാണ്. അതുകൊണ്ട് ആ കാണുന്ന മലകളൊക്കെ കാണാം, നല്ല രസമില്ലേ കാണാൻ. ചെറിയ മലകളാണ്, അവിടെ എല്ലാം കൃഷികളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തേയില കൃഷിയാണെന്ന് തോന്നുന്നു ഈ ഭാഗത്തെല്ലാം. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു ബിൽഡിങ് കാണാൻ പറ്റുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു തേയില ഫാക്ടറി ആണെന്ന് തോന്നുന്നു കേട്ടോ. ലയങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഈ താഴെ ഭാഗത്തൊക്കെ ലെയ്ത്താണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളിയല്ലേ കാണാൻ, എന്ത് രസമുണ്ടല്ലേ. ഒരു സിനിമ ലൊക്കേഷനിൽ ചെന്ന പോലെ ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു വീടുണ്ട് കേട്ടോ, അതിൻ്റെ ഗേറ്റാണ് കാണുന്നത്. അവിടെ ആൾക്കാർ താമസമുണ്ടെന്ന്, അത് ഓണേഴ്സ് ആയിരിക്കും അവിടെ താമസിക്കുന്നത്, അവരുടെ ഗസ്റ്റ് ഹൗസ് എല്ലായിരിക്കും. ഈ തോട്ടത്തിന് ഇടയ്ക്ക് ചെറിയ ചെറിയ മരങ്ങളുണ്ടോ, അത് നല്ല രസമുണ്ട് കാണാൻ. അതും നല്ലൊരു വിഷ്വൽ നൽകുന്നുണ്ട് നമുക്ക് കേട്ടോ, അടിപൊളിയാണ് കാണാൻ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പഴയ ബിൽഡിംഗ് ഉണ്ടോ. ഇവിടുന്ന് ഇനിയിപ്പം ഇവിടെ 2-3 വഴികൾ തിരിയുന്നുണ്ട് കേട്ടോ. വഴി ചോദിച്ചത് കാര്യമായി. നമ്മളല്ലെങ്കിൽ ഇവിടെ കിടന്നൊക്കെ ഇറങ്ങി ഇതുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റാണ് കയറി പോകേണ്ടത്. ഇവിടെയും കയറ്റമാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ആൾക്കാർ താമസമുള്ള ഏരിയ ആണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം നല്ല ബിൽഡിങ്സും ഉണ്ട് കണ്ടോ. ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വീടാണെന്ന് തോന്നുന്നു കേട്ടോ, അവരുടെ വീടുകളാണെന്ന് തോന്നുന്നു. കുറേ ഏരിയ അവർ കവർ ചെയ്തേക്കും. ഇവിടെ റൈറ്റ് സൈഡിൽ മെറ്റലൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു റോഡ് പണിക്കായിരിക്കും. ഈ റോഡ് ഇച്ചിരി മോശമായിട്ട് കിടക്കുകയാണ്. ഇതുണ്ട്, ഇത് തമിഴ് സ്റ്റൈലിലുള്ള ഒരു അമ്പലമാണ്, ക്ഷേത്രമാണ് കണ്ടോ. അവിടെ മാരിയപ്പനോ അങ്ങനെ കണ്ട ഒരു ക്ഷേത്രമാണ്. അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്ന ഭാഗത്തൊക്കെ. ലെഫ്റ്റ് സൈഡിലൊക്കെ പഴയ ബിൽഡിങ്ങുകൾ കാണാം കണ്ടോ. പഴയ ബിൽഡിങ്ങുകളും പുതിയ വീടുകളും ഉണ്ട് കേട്ടോ. അതിനിടയ്ക്കൊക്കെ വീടുകളുണ്ട്. അപ്പോൾ അങ്ങനെ കയറി ചെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതെല്ലാം ലെയ്ത്താണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിലെല്ലാം കാണുന്ന ലെയ്ത്താണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ സ്കൂളൊക്കെ ഓർമ്മ വരും. സ്കൂളിൻ്റെ ബിൽഡിങ്ങൊക്കെ ഇതുപോലെ ആയിരുന്നു പണ്ടത്തെ. ഇവിടെ കൂടുതലും തേയില കൃഷിയാണെന്ന് തോന്നുന്നു കേട്ടോ. മറ്റ് കൃഷികളൊന്നും കണ്ടില്ല. തേയിലയാണ് നമ്മൾ ഈ വരുന്ന വഴിക്കെല്ലാം കണ്ടത്. ലെഫ്റ്റ് സൈഡ് ഇതേണ്ട ഈ കാണുന്ന എല്ലാം ഏലക്കയാണ് കേട്ടോ നട്ടേക്കുന്നത്, ആ ചെറുതെല്ലാം. ഓക്കെ, നമ്മുടെ ചാർലി പോയിൻ്റ് അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഫുൾ വീഡിയോ നമുക്ക് കാണാൻ പറ്റും, ലൊക്കേഷൻ എല്ലാം കാണാം. അപ്പം അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക എല്ലാവരും.